ഹലോ. ഹലോ. തന്റെ പേര് ഉണ്ണി ബ്ലോഗ് എന്നാണോ? അതെ. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. അബ മൂവീസ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. പറയൂ. താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ഇട്ടില്ലേ? ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ ആളിനെ കൊണ്ടുവരും, ഞാൻ പോലീസിനെ കൊണ്ടുവരും. ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായോ? എന്തിന്റെ പേരിൽ? ഞാൻ 1 മിനിറ്റ്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. അല്ല, അതിന്റെ കാരണം എന്താന്ന് പറയും. ഇത് നിനക്ക് തരുന്ന താക്കീതാണ്. എന്നോട് മനസ്സിലാക്കല്ലോ. അല്ല, ഇതിന്റെ കാരണം എന്താണ്? നീ ഇപ്പൊ വീഡിയോ വീഡിയോ നീ ഒരാഴ്ച നീ ഉണ്ടാക്കുമായിരുന്നു. നീ ഇപ്പൊ നീ വീഡിയോ നീ എന്റെ പടത്തിനെ പറ്റി പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു. പടം മോശമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. അല്ല, എനിക്ക് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്നോട് ഇപ്പൊ ഞാൻ പറയാം. അല്ല, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. നിനക്ക് തോന്നുന്ന എഴുതിയാണ് ഞാൻ കൊടുക്കണ രൂപ മുടക്കുന്നേ. നിനക്ക് ഏത് ഗവൺമെന്റ് ഇത് നിനക്ക് പെർമിഷൻ തന്നിട്ടുള്ളേ? എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിന് നാളെ രാവിലെ ഞാൻ ഗവൺമെന്റ് പെർമിഷൻ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായല്ലോ? അതെന്താണ് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ നിന്റെ വീട്ടിൽ ആളിനെ കൊണ്ടുവരാം, പോലീസിനെ കൊണ്ടുവരാം. അപ്പൊ നീ പെർമിഷൻ കാണിച്ചു. പോലീസിനല്ലേ കൊണ്ടുവരുള്ളൂ? അല്ല, പോലീസേ അല്ല, ഞാൻ ആരെ കൊണ്ട് നിനക്ക് എന്നാ കാണിച്ചു തരാം. നാളെ രാവിലെ അപ്പൊ നമുക്ക് പറയാം ഏത് ഗവൺമെന്റ് ആണ് നിനക്ക് പെർമിഷൻ തന്നിരിക്കുന്നുള്ളത്. മനസ്സിലായല്ലോ? നിനക്ക് ആരെ എത്ര പൈസ തന്നിട്ട് എഴുതാൻ വേണ്ടി. അയ്യോ അങ്ങനെയൊന്നും പോലെ ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് ഒരു വിഷമമില്ല വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ പറയണം ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. മിസ്റ്റർ ബ്ലോഗെ, വെറുതെ കൊടാലി ഒപ്പിക്കാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങണമെന്ന് ഉറങ്ങാൻ ഡിലീറ്റ് ചെയ്തിട്ടോ. അല്ലാതെ ഇത് നിനക്ക് ടെൻഷൻ വരുത്തി വെക്കാനുള്ള ആരംഭമാണെങ്കിൽ നീ ചെയ്തോ. നിനക്ക് ടെൻഷൻ ഞാൻ ഈ പണി എടുക്കാൻ തുടങ്ങിയ കാലം മുതലുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ എന്നോട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത്. അത് എവിടുന്നാന്ന് പറ. ഒരു മിനിറ്റ്, നീ ചിലപ്പോ പല ആൾക്കാരെ കണ്ടു കാണും. നിന്നോട് ചിലപ്പോൾ അവർ ഹലോ പറയും, ഹവായു പറയും. എല്ലാ ആൾക്കാരും ഒരുപോലല്ല. നീ ഈ ആരോപണം എഴുതാൻ നിനക്ക് ഒരു റൈറ്റും ഇല്ല. ആര് പറഞ്ഞു? പറയാൻ വേണ്ടി 1 മിനിറ്റ് നിനക്ക് വായി വരുന്ന വിളിച്ചു പറയാനല്ലോ ഞാൻ കോടിക്കണക്കിന് സിനിമ ഉണ്ടാക്കുന്നേ. എനിക്ക് ഇതിന്റെ ഒപ്പീനിയൻ വേണ്ടാ പോലെ. നിങ്ങൾ പിന്നെ ആരുടെ ഒപ്പീനിയന് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്? പിന്നെ ഇത് സിനിമ കാണുന്നവൻ അവൻ എന്താ എഴുതിയിരിക്കുന്ന കണ്ട മനുഷ്യൻ അറിയാം. മനസ്സിലായല്ലോ? അത് അതിന്റെ കമന്റ് ബോക്സിലും ഉണ്ട്. അതിന്റെ കമന്റ് ബോക്സിലുണ്ട്. സിനിമ കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിനെ പറ്റി താൻ ഒരു ടെൻഷൻ അടിക്കണം. കമന്റ് ബോക്സിൽ ഞാൻ നോക്കിക്കോളാം. ശരി. നീ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നാളെ രാവിലെ ബാക്കി കാര്യം. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് നിങ്ങൾ പറയുന്ന നിമിഷം ഞാൻ ഡിലീറ്റ് ചെയ്യും. അത് ഞാൻ ആരുടെയും വിളിച്ചുള്ള എന്റെ റെക്കോർഡ് ഞാൻ പറഞ്ഞോളാം. അത് പറയുന്നേ, അത് പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. അത് നിങ്ങൾ എനിക്ക് ഏത് മുഖേനയാണെങ്കിലും ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നിങ്ങൾ എനിക്കൊരു പ്രൂഫ് തന്നാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് പറയും. അതിപ്പോ എനിക്ക് നിന്നോട് പറയാൻ ഒക്കത്തില്ല.